മണ്ണാർക്കാട് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് എംഎൽഎ സ്വീകരിക്കുന്നതെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്താൽ UDF നമുക്ക് പറ്റിക്കണവരിപ്പോ നമ്മുടെ മുന്നണിക്കകത്തില്ല. മനസ്സിലായല്ലോ, ആളുകൾ രീതിയിലൊക്കെ 5000 അന്നേ മാറ്റായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ നമ്മളൊക്കെ പറ്റിക്കാൻ സാമർഥ്യത്തിനാണ് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഈ മണ്ഡലം പറ്റിക്കപ്പെട്ടത്. അപ്പോ ഇപ്പൊ ആ ശല്യമില്ല, ആ ശല്യം തീർന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ മണ്ഡലത്തിൽ നിലവിൽ ഇന്നും ഏപ്രിൽ 9-ാം തീയതി വരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അനുനിമിഷമുണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ കൃത്യതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നമുക്ക് വിജയസാധ്യതയുള്ളതാക്കി മാറ്റിയാൽ ഈ 5000 വോട്ടല്ല, 5000-ൽ കൂടുതൽ വോട്ടിന് അരുവാളും കടലിലും മനസ്സിൽ ബക്കറുടെ വിജയിച്ചിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ചുവട്ടിൽ സ്വന്തം പേര് വെച്ച് MLA ക്രെഡിറ്റ് എടുക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മുള്ളി റോഡിന്റെ കാര്യത്തിലും ഇതേ അവകാശവാദം ആവർത്തിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2500 വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മണ്ണാർക്കാട് LDF-ന് വിജയിക്കാമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാ കമ്പിക്കാലിലും കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ ഇലക്ട്രിസിറ്റി പോസ്റ്റ് എല്ലാവരെയും വിളിച്ചു. ഇനി ഏതെങ്കിലും കവല എത്തിയാലോ അവിടെ എന്തുണ്ട്, നിങ്ങളുടെ നാമം തന്നെ വരട്ടെ. പക്ഷെ അതിന്റെ ചോട്ടിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഷംസുദ്ദീൻ MLA. പണം കേരള സർക്കാരിന്റെ ആണോ ഇല്ലയോ? അല്ലേ? വെറുതെ ഒരു ഭാഗം വെച്ചത് കണ്ടപ്പാടി കൂട്ടിക്കുള്ള പേര് മറന്നു. ചിന്നത്തടാകം എനിക്ക് തോന്നുന്നു നല്ല കിഫ്ബി ഫണ്ടാണ്. കിഫ്ബി റോഡാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റ് തമിഴ്നാട്ടുകാരെ അയച്ചപ്പോ അത് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമരം നടത്തിയപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. നല്ല റോഡാണ്, അതിഗംഭീര റോഡാണ്. പുള്ളിക്കാരൻ വേണ്ടത് ഞാനാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ വല്ലാതെ ശ്രമിച്ചിട്ട് ഈ കിഫ്ബിനെ കേരളത്തിലെ UDF എതിർത്തത്. ഞങ്ങൾ വന്നാൽ കിഫ്ബി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരല്ലേ UDF. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സുരേഷ് രാജ് ചടങ്ങിൽ സംസാരിക്കവേ MV ഗോവിന്ദൻ നയിച്ച ജാഥയിൽ മൻസിൽ അബൂബക്കർ പങ്കെടുത്തതിനെ പരാമർശിച്ചു. കണ്ണംകുണ്ട് പാലം മുതൽ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ വരെ 15 മിനിറ്റോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധേയമായിരുന്നുവെന്നും അത് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ജില്ലയിലൂടെ വന്നപ്പോ ആ ജാഥയിൽ പ്രധാനപ്പെട്ട പൗരപ്രമുഖന്മാരെ വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഷൊർണൂരിൽ വെച്ച് പൗരപ്രമുഖന്മാരുടെ യോഗത്തിൽ മനസ്സിലാക്കുമ്പോൾ അവിടെ ക്ഷണിതാവായി വന്നിരുന്നു. അവിടെ നിരവധി ആളുകൾ നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് അവിടെ സംസാരിച്ചു. ഞങ്ങളൊക്കെ കാഴ്ചക്കാരായി ഞാനും സുരേഷ് ബാബും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു പ്രസംഗം നടത്തി. ഞങ്ങളത് ശ്രദ്ധയോടുകൂടി കേട്ടു. കണ്ണംകുണ്ട് പാലം തൊട്ട് അട്ടപ്പാടിയിലെ മനയിലെ വിഷയങ്ങൾ വരെ ഏതാണ്ട് 10-15 മിനിറ്റ് സമയമെടുത്ത് ഗോവിന്ദ ഭാഷ മുമ്പാകെ നന്നായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ടപ്പോ അവിടെ മാറ്റി വെച്ചു. യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള, ഈ നാട്ടിലെ ജനങ്ങളെ നേരിട്ടറിയുന്ന, നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ള, നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരാളെയാണ് ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ
മണ്ണാർക്കാട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം KP സുരേഷ് രാജ് നിർവഹിച്ചു. UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണികണ്ഠൻ പൊറ്റശ്ശേരി സ്വാഗതം പറഞ്ഞു. സുമലത മോഹൻദാസ്, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, ജോസ് ബേബി, സദക്കത്തുള്ള പടലത്ത്, KV അമീർ, TK സുബ്രഹ്മണ്യൻ, D രവി, CP ബാബു, P ശിവദാസൻ, ഷൗക്കത്ത് അലി കുളപ്പാടം, പ്രവീൺ, C രാധാകൃഷ്ണൻ, P നൌഷാദ്, പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. P കബീർ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്.